നവി മുംബൈയിൽ ഭാര്യയെയും അമ്മായിയമ്മയും വിവാഹ ചടങ്ങിന്റെ പേരിൽ നഗ്നപൂജയിൽ പങ്കെടുപ്പിച്ച് സ്വകാര്യ ചിത്രങ്ങൾ എടുത്ത സംഭവത്തിൽ 30-കാരനായ യുവാവ് അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ ദേവ്രിയ സ്വദേശികളായ കുടുംബാംഗങ്ങളെയാണ് പ്രതി ചതിയിൽപ്പെടുത്തിയത്. ഈ വർഷം ഏപ്രിലിനും ജൂലൈക്കും ഇടയിലാണ് നവി മുംബൈയിലെ താമസ സ്ഥലത്ത് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ഈ കേസ് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഇത്തരം ആൾദൈവ അന്ധവിശ്വാസ ചൂഷണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 15-നാണ് ഈ ദാരുണമായ സംഭവ പരമ്പര ആരംഭിക്കുന്നത്. യുവാവിന്റെ ഭാര്യ സഹോദരന്റെ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിമിത്ത പൂജകൾ നടക്കേണ്ടതുണ്ടെന്ന് യുവാവ് ഭാര്യയെയും അമ്മായിയമ്മയെയും വിശ്വസിപ്പിച്ചു. വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആയതുകൊണ്ട് കുടുംബാംഗങ്ങൾ അന്ധമായി യുവാവിനെ വിശ്വസിച്ചു. ഇത് യുവാവിന്റെ ആലോചനാപൂർവമായ നീക്കമായിരുന്നു. കുടുംബാംഗങ്ങളുടെ വിശ്വാസത്തെയും വികാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങൾ നേടാനാണ് ഇയാൾ ശ്രമിച്ചത്. ഇത്തരത്തിലുള്ള പൂജകളിൽ സാധാരണയായി ആളുകൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാറുണ്ട്. ഈ ദുർബലത യുവാവ് മുതലെടുത്തു. നിമിത്ത പൂജ എന്ന് പേരിട്ട് പലതവണയായി ഇരുവരെയും നഗ്നപൂജയിൽ പങ്കെടുപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇത്തരം ആചാരപരമായ കാര്യങ്ങളിൽ സാധാരണയായി പരസ്പര വിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഇരകൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല. ഈ സമയം അത്രയും ഒരു കുറ്റകൃത്യമാണ് നടക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞില്ല. പൂജകളുടെ മറവിൽ ഇരുവരുടെയും നഗ്നചിത്രങ്ങൾ യുവാവ് രഹസ്യമായി പകർത്തി. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന വശമാണ്. ആചാരങ്ങളുടെ പേരിൽ നഗ്നരാക്കാൻ നിർബന്ധിതരാക്കുകയും ആ നിമിഷങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നത് അതിക്രൂരമായ കുറ്റകൃത്യമാണ്. ഇത്തരത്തിൽ പകർത്തിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു യുവാവിന്റെ ശ്രമം. ജൂൺ അവസാനത്തോടെയാണ് ഈ ഞെട്ടിക്കുന്ന സത്യം പുറത്തറിയുന്നത്. യുവാവ് പകർത്തിയ സ്വകാര്യ ചിത്രങ്ങൾ ഭാര്യയുടെ പിതാവിനും സഹോദരനും അയച്ചു കൊടുക്കുകയായിരുന്നു. ഈ പ്രവൃത്തി യുവാവിന്റെ ദുരുദ്ദേശം വ്യക്തമാക്കുകയാണ്. കുടുംബാംഗങ്ങളെ മാനസികമായി തകർക്കുകയും അവരെ തന്റെ വരുതിയിൽ നിർത്തുകയും ചെയ്യുക എന്നതായിരിക്കാം ഇയാളുടെ ലക്ഷ്യം. ചിത്രങ്ങൾ ലഭിച്ചതോടെയാണ് കുടുംബാംഗങ്ങൾ ഈ കൊടും ചതിയെക്കുറിച്ച് അറിയുന്നത്. ഇതവർക്ക് കടുത്ത മാനസികാഘാതവും അപമാനവും വരുത്തിവെച്ചു. പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അതിവേഗം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. യുവാവിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇത്തരം കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്വകാര്യതയുടെ ലംഘനം, ലൈംഗിക ചൂഷണം, വഞ്ചന, ബ്ലാക്ക്മെയിലിംഗ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്താൻ സാധ്യതയുള്ളത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്തരം കേസുകളിൽ പോലീസിന്റെ വേഗതയിലുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ്. ഇരകൾക്ക് നീതി ലഭിക്കുന്നതിനും കൂടുതൽ ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി വർത്തിക്കും. ഈ സംഭവം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ്. ഇത് ലൈംഗിക ചൂഷണം, അന്ധവിശ്വാസം, ആൾദൈവ തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ആളുകളുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യ ചിത്രങ്ങളും വിവരങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ സുരക്ഷയെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കേസ് അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ നടക്കുന്ന ചൂഷണങ്ങളുടെ ഒരു നേർചിത്രമാണ്. ഇന്ത്യയിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് മാജിക്, തന്ത്രപൂജകൾ, പരിഹാരക്രിയകൾ എന്ന പേരുകളിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് വ്യാജന്മാരും തട്ടിപ്പുമാരും സമൂഹത്തിൽ സജീവമാണ്. വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടും പലരും ഇപ്പോഴും ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളതാണ് ആശങ്കാജനകം. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരിൽ പലരും സാമൂഹിക അപമാനം ഭയന്ന് പരാതിപ്പെടാൻ മടിക്കാറുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഇത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ഇരകൾക്ക് കൂടുതൽ മാനസിക ആഘാതം ഉണ്ടാക്കുന്നു. നിയമപരമായ നടപടികളിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദവും സാമൂഹിക ഒറ്റപ്പെടലും പലരെയും പിന്തിരിപ്പിക്കുന്നു. ഈ കേസിൽ ചിത്രങ്ങൾ ഭാര്യയുടെ പിതാവിനും സഹോദരനും അയച്ചു കൊടുത്തത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഇത് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഇരകൾക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും സാമൂഹിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇരകൾക്ക് വേണ്ട പിന്തുണ ലഭിക്കണം. സ്വകാര്യ ചിത്രങ്ങൾ രഹസ്യമായി പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ സൈബർ കുറ്റകൃത്യമാണ്. ഇത് റിവെഞ്ച് പോൺ പോലുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരും. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതോടെ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. എന്നിരുന്നാലും ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ഉറപ്പുവരുത്തുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മൊബൈൽ ഫോണുകളും മറ്റു റെക്കോർഡിംഗ് ഉപകരണങ്ങളും വ്യാപകമായതോടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു.
പൊതുജനങ്ങളിൽ സൈബർ സുരക്ഷയെക്കുറിച്ചും ഓൺലൈൻ സ്വകാര്യതയെക്കുറിച്ചും കൂടുതൽ അവബോധം വളർത്തേണ്ടത് ആവശ്യമാണ്. വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്.